ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്. എങ്കിൽ ഞാൻ എടുത്ത പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും പലരുടെയും വീട്ടിൽ ഇൻ്റർനെറ്റ് സ്പീഡ് ഉണ്ടെന്ന് കമ്പനി പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഫോണിലോ നമ്മുടെ ലാപ്ടോപ്പിലോ ഒന്നും ആ ഒരു സ്പീഡ് കാണാനില്ല. അത് മിക്കവാറും ഉള്ള കാരണം എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും വീടിൻ്റെ ഏത് സ്ഥലത്ത് നമ്മൾ പോയിരുന്നാലും റേഞ്ച് കിട്ടാത്ത വൈഫൈ റൗട്ടറാണ് ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പോൾ ആ ഒരു വൈഫൈ റൗട്ടർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മൾ M4 ഡെക്കോ എന്ന് പറയുന്ന ഒരു ഡിവൈസ് പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. പല സമയങ്ങളിൽ നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വാതിലടച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാകും. കാരണം വാതിലടച്ച ചിലപ്പോൾ റേഞ്ച് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ മാത്രം ഉദ്ദേശിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു 1 പാക്ക് എന്ന് നമുക്ക് പറയാം. ഇതൊരു 3 ഡിവൈസുകളാണ്, പക്ഷേ ഒറ്റ പാക്കാണ്. ഈ 3 ഡിവൈസുകൾ കൂടി ചേർന്നിട്ട് ഒരൊറ്റ യൂണിറ്റ് ആയിട്ടായിരിക്കും വൈഫൈ ഇൻ്റർനെറ്റ് നിങ്ങളുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിലേക്ക് തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ വില എന്ന് പറയുന്നത് വളരെ വലിയൊരു റേറ്റ് ഒന്നുമല്ല. AC 1200 വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു വൈഫൈ ആക്സസ് പോയിൻ്റാണ്. വൈഫൈ റൗട്ടറായിട്ടും വേണമെങ്കിൽ നമുക്കിതിനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും, എൻ്റെ മുമ്പിൽ ഇവിടെ ഒരു 3 ഡിവൈസുകൾ ഇരിപ്പുണ്ട്. 3 പുട്ടുകുറ്റി പോലത്തെ ഡിവൈസുകൾ. ഈ ഡിവൈസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ വൈഫൈ ആക്സസ് പോയിന്റ്. അപ്പോൾ ഈ ഓരോ വൈഫൈ ആക്സസ് പോയിന്റുകൾ നമുക്ക് എവിടെയൊക്കെ ഇൻ്റർനെറ്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇൻ്റർനെറ്റിന് റേഞ്ച് കുറവാണെന്ന് തോന്നുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഓരോന്നും കൊണ്ടുവയ്ക്കാം. അതായത് ഇപ്പോൾ ഈ ഒരു ഡിവൈസ് നമ്മുടെ വൈഫൈ റൗട്ടറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിവൈസും കോൺഫിഗർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണക്ട് ചെയ്യുന്ന ഈ ഒരു മെയിൻ ഡിവൈസ് ഉണ്ടല്ലോ, റൗട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ഡിവൈസ് അല്ലെങ്കിൽ നമ്മുടെ മോഡത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഡിവൈസ്, അതായിരിക്കും മാസ്റ്റർ ഡിവൈസ്. ബാക്കി ഈ പറയുന്ന 2 ഡിവൈസുകൾ എന്ന് പറഞ്ഞാൽ സ്ലേവ് ആയിരിക്കും. അപ്പോൾ ഈ 2 സ്ലേവ് ഡിവൈസുകളെ നമുക്ക് 2 മെത്തേഡിൽ കണക്ട് ചെയ്യാം. ഒന്നില്ലെങ്കിൽ വൈഫൈ മെത്തേഡിൽ കണക്ട് ചെയ്യാം. ഈ മെയിൻ ഡിവൈസുമായിട്ട് ഇവൻ വൈഫൈയിൽ കണക്ട് ചെയ്തോളും. അതല്ല, ഇതിൻ്റെ പുറകിലായിട്ട് ഈ കാണുന്ന നെറ്റ്വർക്ക് കേബിൾ, ഇതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ നെറ്റ്വർക്ക് കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാം. ഈ ഡിവൈസിൽ നിന്ന് തൊട്ടടുത്ത റൂമിലോ വല്ലതും വെക്കാൻ പോകുന്ന ഈ ഒരു ഡിവൈസിലേക്ക് നമുക്ക് ഇവനിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് ഇങ്ങോട്ടും കൊടുക്കുക. അപ്പോൾ ഈ 3 ഡിവൈസുകളും പരസ്പരം കേബിൾ വഴിയോ വൈഫൈ വഴിയോ ഇൻ്റർ കണക്ട് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ടുള്ള, ഒരിക്കലും ഒരു പ്രശ്നവും ഉണ്ടാകാത്ത ഒരു ഇൻ്റർനെറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് കിട്ടുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ Tp-Link എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. അതുപോലെ ഇതിൻ്റെ വാറണ്ടി വരുമ്പോഴത്തേക്കും 3 വർഷമാണ് വരുന്നത്. ഇപ്പോൾ പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് 3 ഡിവൈസുകളാണ്, 3 ഇൻഡിപെൻഡൻറ്റ് വൈഫൈ ആക്സസ് പോയിന്റുകൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഡിവൈസിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെ ഒരു ലൈറ്റ് എനേബിൾഡ് ആയിട്ടുള്ള ഒരു ലോഗോ ഉണ്ട്. ഇത് നമുക്ക് ഈ ഒരു ലൈറ്റിൻ്റെ ആ ഒരു പ്രസൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ആപ്പിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിവൈസിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു സിൽവർ കളറിൽ Tp-Linkൻ്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡിലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെയുണ്ട് Tp-Linkൻ്റെ ഒരു ലോഗോ. എന്നിട്ട് ഇവിടെ കൊടുത്തേക്കുന്ന 2 RJ45 ജാക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ തന്നിരിക്കുന്ന 3 ഡിവൈസുകളിലും ഈ RJ45 ജാക്ക് 2 എണ്ണം വെച്ച് വരുന്നുണ്ട്. അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 1 Gbps ആണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു റീസെറ്റ് സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ടേബിളിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്യണ സമയത്ത് തെന്നിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റബ്ബർ ബുഷുകൾ ഒരു 4 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ടേബിളിൻ്റെ മുകളിലോട്ട് ഈ ഡിവൈസിനെ എടുത്തു വയ്ക്കുന്നത്. 5500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് അല്ലെങ്കിൽ ഒരു ഓഫീസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നെറ്റ്വർക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വൈഫൈ കവറേജ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ 3 ഡിവൈസുകൾ മാത്രം മതി. അതായത് ഈ ഒരു ഒറ്റ യൂണിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 ഡിവൈസ് നമുക്ക് കിട്ടും.
ഈ 3 ഡിവൈസ് കൊണ്ട് അത്രയും വലിയൊരു സ്പേസ് 3 മുതൽ 5 ബെഡ്റൂം വരെ അടങ്ങുന്ന വലിയൊരു സ്പേസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇതിൽ 2 ബാൻഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കാരണം AC1200 എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ 2 ബാൻഡിലാണ് വർക്ക് ചെയ്യുക. ഒരെണ്ണം 2.4 GHz ബാൻഡും മറ്റൊന്ന് 5 GHz ബാൻഡും. 2.4 GHz ബാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ വളരെ ദൂരത്തേക്ക് നമുക്ക് കണക്ടിവിറ്റി കിട്ടുന്ന ഒരു ബ്രാൻഡാണ്. പക്ഷേ ആ ഒരു ബാൻഡിൽ സ്പീഡ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഒരു 300 MHz ബാൻഡ് വിഡ്ത്ത് മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. അതേസമയം 5 GHz ബാൻഡ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് ആയിരിക്കും കവർ ചെയ്യുന്നത്. പക്ഷേ ആ ഷോർട്ട് ഡിസ്റ്റൻസിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ വളരെ കൂടിയ ബാൻഡ് വിഡ്ത്താണ്. അതായത് 867 Mbps ബാൻഡ് വിഡ്ത്ത്. അത് മാത്രമൊന്നുമല്ല, ഈ ഡിവൈസുകൾക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റ് ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മുടെ 3 ഡിവൈസുകൾ ഞാനിവിടെ എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. ഈ 3 ഡിവൈസുകൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഈ 2 പോർട്ടുകൾ വെച്ച് ഈ 1 Gbps-ൻ്റെ നെറ്റ്വർക്ക് പോർട്ടുകൾ എല്ലാ ഡിവൈസിലും കോമൺ ആണ് കേട്ടോ. ഇവിടെ എല്ലാത്തിലും അതുണ്ട്. അപ്പോൾ ഈ 3 ഡിവൈസിൽ നിങ്ങൾക്ക് ഏത് ഡിവൈസിനെ വേണമെങ്കിലും നിങ്ങളുടെ ആപ്പ് വഴി മാസ്റ്ററായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി 2 നമ്മൾ സ്ലേവായിട്ടായിരിക്കും കണക്ട് ചെയ്യുക. ആ സ്ലേവായിട്ട് കണക്ട് ചെയ്യുന്ന ഡിവൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വൈഫൈയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് വയേർഡായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് Cat 6 നെറ്റ്വർക്ക് കേബിൾ വലിച്ചുകൊണ്ട് ഈ 3 ഡിവൈസിനെയും പരസ്പരം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു ബോക്സിൻ്റെ ബാലൻസ് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നോക്കാം. ഇനി ഈ ബോക്സിൻ്റെ ഉള്ളിൽ വന്നേക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അഡാപ്റ്ററാണ്. ഒരു 12 വോൾട്ട് 1 ആംപിയർ വരുന്ന നമ്മുടെ കോമൺ അഡാപ്റ്റർ, സാധാരണ നമ്മൾ കണക്ട് ചെയ്യുന്ന അഡാപ്റ്റർ കണ്ടോ. അപ്പോൾ ഈ 3 ഡിവൈസുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തേക്കുന്ന ഒരു ക്വിക്ക് ഇൻസ്റ്റലേഷൻ ഗൈഡാണ്. ഈ ഒരു ഡിവൈസ് നമുക്ക് എങ്ങനെ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ള വിശദമായ വിവരങ്ങളെല്ലാം ഈ ഒരു ബുക്ക്ലെറ്റിന് അവർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ M4 ഡെക്കോയുടെ ഈ ഒരു ബാക്ക് സൈഡിലായിട്ടാണോ ഇവിടെ ഈ പവർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്കിത് പ്ലഗിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വേറെ പ്രത്യേകിച്ച് സ്വിച്ചോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഡിവൈസ് ഓൺ ആകും. Tp-Link ഈ ഒരു ഡിവൈസ് ഡിസൈൻ ചെയ്തപ്പോൾ എത്രത്തോളം ശ്രദ്ധ അതിൻ്റെ ആ ലുക്കിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ കൊടുത്തിരിക്കുന്ന ഒരു പാച്ച് കോഡ്. ഈ പാച്ച് കോഡിൻ്റെ ഡിസൈൻ നിങ്ങൾ നോക്കിയാൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. നമ്മൾ ഈ ഒരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു കേബിൾ അതിൽ പോയിട്ടുണ്ടെന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മെത്തേഡുകളും ചെയ്തിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാനാണെന്നുണ്ടെങ്കിൽ ടേബിളിലേക്കൊക്കെ അത് ഒരു ഗം വെച്ചിട്ട് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പരന്നിരിക്കുന്നതുകൊണ്ട് അത്രത്തോളം പ്രൊജക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇരിക്കാൻ ചാൻസ് ഇല്ല. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ സാധാരണ ഒരു ജിയോയുടെ അല്ലെങ്കിൽ എയർടെൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിലിരുന്ന് ഉപയോഗിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു SSID അവിടെ കാണിക്കും. അതായത് 2.4 GHz ഒരു ബാൻഡും കാണിക്കും, ഒരു 5 GHz ബാൻഡും കാണിക്കും. ഇനി നമ്മൾ മറ്റൊരു റൗട്ടറും കൂടെ വീടിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെയും കാണിക്കുന്നുണ്ടാവും ആ ഒരു റൗട്ടറിൽ നിന്നുള്ള 2.4 GHz 5 GHz ബാൻഡും. അപ്പോൾ ഈ മൊബൈലിൽ കാണിക്കുന്ന ഇങ്ങനെ ഓരോ പേരുകൾ നമ്മൾ വിളിക്കുന്നത് SSID എന്നാണ്, അതായത് സെക്യൂർ സോക്കറ്റ് ID. അപ്പോൾ ഇങ്ങനെ ഒരുപാട് SSIDs വരണ സമയത്ത് നമ്മൾ താഴെ ഇരുന്ന് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ താഴെ ഹൈ സ്പീഡായിട്ടുള്ള 5 GHz-ലേക്കോ 2.4-ലോട്ടോ നമ്മൾ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നടന്ന് മുകളിലോട്ട് വീടിൻ്റെ മുകളിലോട്ട് നമ്മൾ കയറി സ്റ്റെയർ കേസ് കയറി ചെന്ന് കഴിയുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയൊരു റേഞ്ചിലേക്ക് ഫോൺ ഓട്ടോമാറ്റിക് ചിലപ്പോൾ കണക്റ്റ് ആകുന്നു വരില്ല, നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം മാനുവലി. അപ്പോൾ ആ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഈ ഒരു ടെക്നോളജിയിൽ ഇവരിവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരൊറ്റ SSID മാത്രമേ ഉള്ളൂ. അതായത് ഈ 3 യൂണിറ്റുകളുണ്ടെങ്കിലും നമുക്ക് ആകെ ഒരൊറ്റ SSID മാത്രമേ ഉള്ളൂ. നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് നടന്ന് സ്റ്റെയർ കേസ് കയറി വീടിൻ്റെ പൊക്കത്തെത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ ഫോൺ ഓട്ടോമാറ്റിക് ആ ഒരു ഡിവൈസിലേക്ക് തന്നെ കണക്റ്റ് ആകും. നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി താഴെ വന്നു കഴിയുമ്പോൾ ആ താഴത്തെ ഡിവൈസിലേക്ക് ആയിരിക്കും ഓട്ടോമാറ്റിക് കണക്റ്റ് ആകുക. അതായത് നമുക്ക് ഒരുപാട് SSIDs ഒന്നും കാണിക്കുന്നില്ല, ഒറ്റ SSID മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ അറിയാതെ നമ്മുടെ ഫോൺ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിവൈസുമായിട്ട് ഓട്ടോമാറ്റിക് കണക്റ്റ് ആവുകയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ സ്പീഡായിട്ടുള്ളൊരു ഇൻ്റർനെറ്റ് നമ്മുടെ ഫോണിൽ കിട്ടണമെങ്കിൽ ഈ ഡിവൈസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ Android 4.3 ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിന് മുകളിലോട്ടുള്ളതായിരിക്കണം. ഇനി നിങ്ങൾ iOS ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ആപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് യൂസ് ചെയ്യണമെങ്കിൽ iOS 9 അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ഡിവൈസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓഫീസ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് അയച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസ്, ഡീറ്റെയിൽസ്, ഇൻസ്റ്റലേഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും